ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ വെക്കേഷന് സൈനിക് സ്കൂളിൽ നിന്ന് വെക്കേഷൻ വരുമ്പം അന്നൊക്കെ എൻ്റെ അപ്പനെനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഹിന്ദു പേപ്പർ അന്ന് വരുത്തുമായിരുന്നു. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ സ്പ്രെഡിലുള്ള ആ ലേഖനത്തിൻ്റെ പ്രസി എഴുതാൻ പറയും. അപ്പോൾ എനിക്ക് ഈ സ്കൂളിൽ നിന്ന് വെക്കേഷന് വരുന്ന പേടി എനിക്ക്, കാര്യം ഇതൊരു പരിപാടിയുണ്ട്. പിന്നെ ഡാഡി ഇങ്ങനെ കണക്കിട്ട് തരും. ഇത് രണ്ടും ഞാൻ സ്കൂളിൽ നിന്ന് വെക്കേഷൻ വരുമ്പോൾ എനിക്ക് എക്സാമാണ്. പിന്നെ വീട്ടിൽ എനിക്ക് ഡാഡി ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷേ ഞാൻ ഓഫീസറായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പ്രയോജനം, ഞാൻ എഴുതുന്ന മിനിറ്റ്സോ ഞാൻ എഴുതുന്ന ലെറ്ററിനോ ഒരു മനുഷ്യൻ പോലും ഒരു കോമ മാറ്റാനോ ഒരു ഫുൾ സ്റ്റോപ്പ് മാറ്റാനോ ഒരു വാക്ക് മാറ്റാനോ സാധിക്കാത്ത പോലെ എൻ്റെ ലാംഗ്വേജ്. അതിൻ്റെയൊക്കെ എൻ്റെ പിന്നെ ജീവിതത്തിൻ്റെ പാഠങ്ങൾ, ശരിയും തെറ്റും, ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും വളരെ വൈരുദ്ധ്യമായിട്ടുള്ള ഞങ്ങളുടെ ഒപ്പീനിയൻ ആണെങ്കിൽ തന്നെയും ജീവിതത്തിനെ എങ്ങനെ കാണണം എൻ്റെ രീതിയിൽ, അത് പ്രത്യേകിച്ച് എൻ്റെ അപ്പൻ കാണുന്ന രീതിയാണെന്നില്ല, ഞങ്ങൾ തമ്മിൽ എനിക്ക് ശക്തമായ ഒരു ജീവിതത്തിൻ്റെ ശരിയും തെറ്റും കാണാൻ പഠിപ്പിച്ചത് എൻ്റെ അപ്പനാണ്. എൻ്റെ ജീവിതത്തിലാകെ 3 പേരേ ഉള്ളൂ ഞാൻ ഇതുപോലെ പൂജിക്കുന്നത്. ഒന്ന് എൻ്റെ അമ്മയുടെ അപ്പൻ, ഒന്ന് എൻ്റെ അപ്പൻ, ഒന്ന് എൻ്റെ അപ്പൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ. ഈ 3 വ്യക്തികളാണ് എൻ്റെ ജീവിതത്തിലെ ബീക്കൺ, എനിക്ക് ലൈറ്റായിട്ട് നിൽക്കുന്നത്. ശരിയും തെറ്റും എങ്ങനെ ജീവിക്കണം എന്നൊക്കെ കണ്ടത് പഠിച്ചത് എവരെന്നാണ്. എനിക്കെൻ്റെ അപ്പൻ എന്ന് പറഞ്ഞ ജീവനാണ്. ആ അപ്പൻ എന്നോട് പറയുന്നത് ക്ഷമ ചോദിക്കുന്നത്. എനിക്കൊക്കെ സങ്കടം വന്നു. ഞാൻ പറഞ്ഞു, അപ്പം അത് ചോദിക്കില്ല, അങ്ങനൊന്നും പറയില്ല. ഇല്ല, എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു, പറ ഡാഡി, എന്തോന്ന് പറ. ഞാൻ ഒരു കാര്യം നിനക്ക് തരാൻ വെച്ചിട്ട് നീ എടുക്കുമോ? ഞാൻ പറഞ്ഞു, ഡാഡി എന്തായാലും. ഡാഡി പറഞ്ഞു, ഞാൻ നിനക്കൊന്നും തന്നിട്ടില്ല. പണ്ടൊരിക്കൽ എന്നോടെന്തോ ചോദിച്ചപ്പം ഈ വസ്തുവൊക്കെ ഇങ്ങനെ വീതം വെക്കുന്ന എന്നോട് ചോദിച്ചായിരുന്നു. പറഞ്ഞു, ഞാനിങ്ങനെ വീതം വെക്കാൻ പോകും. അപ്പം ഞാൻ പറഞ്ഞു, ഡാഡി എനിക്ക് ഒന്നും വേണ്ട, കാര്യം എൻ്റെ അനുജൻ അന്ന് സെറ്റിലായിട്ടില്ല, എനിക്ക് എന്തൊന്നും ആവശ്യമില്ല, ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കുന്നത് പരിശ്രമിച്ച് അത് മതി, എല്ലാം അവന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഡാഡി ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് വർത്തമാനം കഴിഞ്ഞു. പെട്ടെന്ന് ഈ അദ്ദേഹം പറഞ്ഞു, മോനെ ഞാൻ നിനക്കൊന്നും തന്നിട്ടില്ല. അപ്പം ഡാഡി വില്ല് എഴുതിയെന്ന് എനിക്കറിയാം, ഒന്നും തന്നിട്ടില്ല, നീ എന്നെ ഇങ്ങനെ നോക്കുന്ന എനിക്ക് വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു, ഡാഡി ഈ തരുന്നത് അപ്പൻ മകന് കൊടുക്കുന്നത് സ്വത്താണ്, സമ്പാദ്യമാണ്. അതിന് പുരയിടമെന്നോ പണമെന്നോ വീടെന്നോ അല്ല. അപ്പൻ മകന് കൊടുക്കുന്നത് ലെസൺസാണ്, അതായത് ജീവിത പാഠങ്ങളാണ്. എനിക്ക് എന്നെ തല്ലിയാലും നുള്ളിയാലും വഴക്ക് പറഞ്ഞാലും എനിക്ക് കിട്ടിയ പാഠങ്ങൾ സമാനതയില്ലാത്തതാണ്. അതുപോലത്തെ പാഠങ്ങൾ എനിക്ക് ഡാഡി തന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ ഡാഡി ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. എൻ്റെ സഹോദരിമാർക്കോ എൻ്റെ അനിയനോ ഒന്നും എനിക്ക് തന്നതുപോലുള്ള സാധനങ്ങളൊന്നും ഡാഡി കൊടുത്തിട്ടില്ല. എനിക്ക് വസ്തുവും വേണ്ട, വീടും വേണ്ട, ഒന്നും വേണ്ട, എനിക്കത് കിട്ടിയത് അതിൽ കൂടുതലൊന്നും വേണ്ട എനിക്ക്. അപ്പം ഡാഡി പറഞ്ഞു, അല്ലല്ല, ഞാൻ ഒരു കാര്യം ഞാൻ വെച്ചിട്ടുണ്ട്. അതെന്താ? ഇവിടെ എൻ്റെ മുമ്പിൽ സ്റ്റൂളിട്ടിരിക്കാൻ പറഞ്ഞു. ഞാൻ ഒരു കൊച്ചു സ്റ്റൂളെടുത്ത്, ഇല്ലില്ല അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അപ്പനെ ഇങ്ങനെ കട്ടിലിരിക്കുന്നു, സ്റ്റൂളിട്ട് എൻ്റെ അപ്പൻ്റെ മുമ്പിലിരിക്കുന്നു. അപ്പൻ 2 കൈയും എടുത്ത് തലയിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും അനുഗ്രഹിച്ചിട്ടില്ല, ഒരു വ്യക്തിയും അനുഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരു പുണ്യമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടി അനുഗ്രഹം ഞാൻ നിനക്ക് തരികയാണെന്ന് പറഞ്ഞ് ഞാൻ തലയിൽ കൈവച്ചു. അതിന് ശേഷം ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ സഹായത്തിന് വേണ്ടിയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ അപ്പൻ്റെ അനുഗ്രഹം ഒരു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത് മനസ്സിലാകാൻ പ്രയാസമായിരിക്കാം. നമ്മൾ എന്തിനാണ് വില കൽപ്പിക്കുന്നത്, എന്താണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. എൻ്റെ അപ്പൻ എനിക്ക് പണമായിട്ടോ സമ്പത്തായിട്ടോ ഒന്നും തന്നിട്ടില്ല. പക്ഷെ അന്ന് രാവിലെ 5:30 മണിയായപ്പം ഞാൻ തലയിൽ കൈവച്ച് തന്ന അനുഗ്രഹം, അതിൻ്റെ ഒരു അനുഭൂതി, അതിൻ്റെ ഒരു ഗുണമാണ് ഞാൻ ഇന്ന് ശ്വസിക്കുന്നത്.
എനിക്ക് മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഒക്കെ കിട്ടിയ ഉന്നതിയും സന്തോഷവും ഒക്കെ അന്ന് എനിക്ക് എൻ്റെ അപ്പൻ തന്ന അനുഗ്രഹമാണ്. അതിലപ്പുറം എനിക്കൊന്നും കിട്ടാനില്ല, ഇനിയോട്ട് കിട്ടത്തുമില്ല. അതാണ് ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്. വന്ന വഴികൾ നമ്മളുടെ മാതാവോ പിതാവോ നമുക്ക് തന്നത് സ്വത്തോ പണമോ അല്ല, നമുക്ക് കാഴ്ചപ്പാട്, ജീവിതത്തിനെ എങ്ങനെ കാണണം, അതിൻ്റെ മുകളിൽ ഇങ്ങനൊരു അനുഗ്രഹം. അതിലപ്പുറം ധനികനായിട്ട് ഈ ലോകത്ത് ആരുമില്ല. ഇന്ന് എൻ്റെ അത്രയും ധനികനായി ഈ ലോകത്ത് വേറെ ആരുമില്ല എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അന്ന് രാവിലെ ഡാഡിയെ എല്ലാം കുളിപ്പിച്ച് തയ്യാറാക്കി ഇരുത്തിയതിന് ശേഷം ഞാൻ ഓഫീസിൽ പോയി. ഒരു 10-11 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു. ഡാഡി നല്ല സുഖമില്ല, ഇതൊന്നും കഴിക്കുന്നില്ല, വലിയ വർത്തമാനമൊന്നും ഇല്ല എന്ന് എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ അന്നേരം ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നു. ഡാഡിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ അവരെ അഡ്മിറ്റ് ചെയ്തു. ഡാഡിക്ക് അടുത്ത സ്ട്രോക്കായിരുന്നു. ആ സ്ട്രോക്കോടുകൂടി ഡാഡി കോമയിലേക്ക് പോയി. അദ്ദേഹം ICUവിലായിരുന്നു. കുറച്ച് ദിവസം ICUവിൽ കിടന്നു. അവിടുത്തെ മിലിറ്ററി ഹോസ്പിറ്റലിലെ അധികാരികൾ ഞങ്ങളോട് വളരെ നന്നായിട്ടാണ് പെരുമാറിയത്. അപ്പം ഞാൻ അവിടുത്തെ ആ മിലിറ്ററി ഹോസ്പിറ്റലിൻ്റെ മേലധികാരിയോട് ചോദിച്ചു, ഇനി എന്താണ് ചെയ്യാനുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, താങ്കളുടെ അച്ഛൻ കോമയിലാണ്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇവിടെ ഞങ്ങൾ കെയർ ചെയ്യാം, എത്രത്തോളം ഉണ്ടോ അങ്ങനെ കെയർ ചെയ്യും. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് എൻ്റെ ഡാഡിയെ വീട്ടിൽ കൊണ്ടുപോകാൻ ഒക്കുമോ? അപ്പോൾ അത് പറഞ്ഞു, കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല, ഇനിയൊന്നും ചെയ്യാനില്ല, പരിചരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്നു. ഇത് അപ്പോഴത്തേക്ക് ഒക്ടോബറായി. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ അച്ഛൻ വീട്ടിലായിരുന്നു. ഡിസംബർ 27, 2007 അച്ഛൻ മരിച്ചു. അപ്പം എൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം അമ്മയ്ക്ക് നേരത്തെ തന്നെ വയ്യായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അമ്മയ്ക്ക് ഒരു സൈഡ് ഒരു ബ്രെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു സൈഡ് പാരലിസിസ് ആയിരുന്നു. അത് കൂടുതൽ വഷളാകുമായിരുന്നു. അമ്മയ്ക്ക് അധികം വർത്തമാനമൊന്നും ഇല്ലാതായി. അപ്പം ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, എന്തായാലും 3 വർഷമായി ഇവിടെ വന്നിട്ട് പോസ്റ്റിംഗ് വരാൻ സമയമായി. ഇത് വളരെ എല്ലാവർക്കും ഇരിക്കാൻ ആഗ്രഹമുള്ളൊരു കസേരയാണ്. അതിൻ്റെ പുറകിൽ ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ് വരാൻ വേണ്ടി. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇനി അമ്മയും കൊണ്ട് ഇവിടുന്ന് പോകാനൊക്കാത്തത് കൊണ്ട് ആർമിയിൽ ഒരു സംവിധാനമുണ്ട്, നമുക്ക് 2 വർഷത്തെ ലീവ് എടുക്കാം. സ്റ്റഡി ലീവ് എന്ന് പറയും. അതായത് സർക്കാരിൻ്റെ ചിലവിൽ നമുക്ക് ശമ്പളം കിട്ടും, പക്ഷേ ഏതെങ്കിലും സർക്കാർ പറയുന്നൊരു കോഴ്സ് പഠിക്കണം, അത് പാസ്സാകണം, ഇല്ലെങ്കിൽ ഈ ചെയ്യുന്ന സമയത്തെ പൈസ എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞാനൊരു കോഴ്സ് എടുത്തു 2 വർഷത്തേക്ക്. അത് തുടങ്ങുന്നത് ഓഗസ്റ്റിലായിരുന്നു. അപ്പം ഈ കോഴ്സ് വരുമ്പോൾ ഈ ബംഗ്ലാവിൽ താമസിക്കാനൊക്കെ നമ്മൾ ബംഗ്ലാവ് ഒഴിഞ്ഞു കൊടുക്കണം. അപ്പം അമ്മയുണ്ട്, അമ്മയ്ക്ക് നല്ല സുഖമില്ല. വാടകയ്ക്ക് പോയാൽ പലർക്കും സുഖമില്ലാത്ത ആളെ കൊണ്ടുപോകുമ്പം അവർക്ക് വിഷമമാകും. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു സെക്കൻഡറാബാദിൽ ഒരു വീട് വാങ്ങിക്കാമെന്ന്. കാര്യം അമ്മയെ പരിചരിക്കണമല്ലോ. ഞങ്ങളൊരു വീട്, ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു. ഓഗസ്റ്റ് 1-നാണ് എൻ്റെ കോഴ്സ് തുടങ്ങുന്നത്. ജൂലൈ 31-ന് ഞാൻ ചാർജ് കൊടുക്കണം. അത് കഴിഞ്ഞ് അങ്ങോട്ട് മാറണം. അപ്പോഴത്തേക്ക് എൻ്റെ അനുജൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വിവാഹം ഉറപ്പിച്ചു. അപ്പോൾ എനിക്കറിയാം, പുതുതായിട്ട് കല്യാണം കഴിച്ച് വരുന്ന ഒരു
സ്ത്രീയോട് എൻ്റെ അമ്മയെ നോക്കാനും പറയുന്നത് തെറ്റാണെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അമ്മയെ ഞങ്ങളുടെ കൂടെ തന്നെ വെക്കാമെന്ന്. ഫെബ്രുവരിയിൽ അമ്മയ്ക്ക് ഒരു സ്ട്രോക്ക് വന്നു. അതിനുശേഷം കണ്ടീഷൻ പെട്ടെന്ന് അഴുക്കായി. ജൂണിൽ, അതായത് എൻ്റെ അച്ഛൻ മരിച്ച് 6 മാസം കഴിഞ്ഞ് എൻ്റെ അമ്മയും മരിച്ചു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. എൻ്റെ സ്റ്റഡി ലീവ് തുടങ്ങിയിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ തുടങ്ങാതെ തിരിച്ച് ആർമി ജോയിൻ ചെയ്യാം. പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു, എന്തായാലും വീടൊക്കെ വാങ്ങിച്ചു. വളരെ ഒരു ഇമോഷണൽ ട്രോമയിൽ കൂടാണൊരു 8 മാസം ഞങ്ങൾ പോയത്. പഠിക്കാമെന്ന് വിചാരിച്ചു. അടുത്ത പ്രൊമോഷനിൻ്റെ ബോർഡ്, ഇനി അടുത്ത ബോർഡുടെ ആണ്. കേണലിൽ നിന്ന് ബ്രിഗേഡിയർ ആകാൻ വേണ്ടി ഒരു ബോർഡുണ്ട്. വളരെ പ്രയാസമുള്ളൊരു ബോർഡാണ്. 14 പേര് അതിൽ പോകുന്നതിൽ 7-8 പേരാകും, അതിൽ കൂടുതലില്ല. ഈ പ്രൊമോഷൻ വരുമ്പം കേണലിൽ നിന്ന് ബ്രിഗേഡിയർ ആകും. അപ്പോൾ ഈ കേണൽ ആയിട്ടിരിക്കുന്നവർക്ക് 54 വയസ്സ് വരെ ആർമിയിൽ തുടരാം. അത് കഴിയുമ്പം അവർ റിട്ടയർ ആകണം. ബ്രിഗേഡിയർ ആയിരിക്കുമ്പോൾ 56 വയസ്സ് വരെ ഇരിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു, എന്തായാലും ഇവിടെ വീട് വാങ്ങിച്ചു. നാട്ടിൽ നമുക്ക് സ്ഥലമൊന്നുമില്ല. ഇവിടെ വീട് വാങ്ങിച്ചു. അച്ഛനെയും അമ്മയും അടക്കിയേക്കുന്നത് സെക്കൻഡറാബാദിലാണ്. അവിടെ തന്നെ സെറ്റിൽ ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെയും നമ്മളുടെ കോഴ്സ്മേറ്റ്സൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പം ഈ സെലക്ട് ആകാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ലിസ്റ്റിൽ എൻ്റെ പേരില്ല. പക്ഷെ എനിക്കെന്തോ തീർച്ചയായിട്ടും ഉറപ്പായിരുന്നു ഞാനാകുമെന്നുള്ളത്. അപ്പം ഞാൻ എടുത്ത കോഴ്സ് 2 വർഷത്തെ കോഴ്സാണ്. അത് തീരുന്നത് ഓഗസ്റ്റ് 2008 തുടങ്ങി 2010 ഓഗസ്റ്റിലേ തീരത്തുള്ളൂ. പക്ഷെ എനിക്കറിയാമായിരുന്നു ഞാൻ അപ്രൂവ് ആയാൽ 2009 ഡിസംബർ ആകുമ്പോഴത്തേക്കും എനിക്ക് ബ്രിഗേഡിയർ ആകാൻ ഒക്കും. കാര്യം നമുക്ക് റാങ്ക് കിട്ടുമ്പം എത്രയും പെട്ടെന്ന് എടുത്താൽ അത്രയും സീനിയോറിറ്റി ഉണ്ട്. പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് മെഡിക്കലായിട്ട് വല്ലതും പറ്റിയാൽ പിന്നെ നമുക്ക് റാങ്ക് കിട്ടത്തില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ ആർമി ഹെഡ് ക്വാർട്ടറിന് എഴുതി എൻ്റെ കോഴ്സ്, ഈ 2 വർഷത്തെ കോഴ്സ് ഞാൻ 1.5 വർഷം കൊണ്ട് തീർക്കാൻ ശ്രമിക്കുകയാണ്. കാര്യം എല്ലാവരും 3 പേപ്പർ എടുത്ത് എഴുതുമ്പോൾ ഞാൻ 4ഉം 5ഉം പേപ്പറാണ് എഴുതിക്കൊണ്ടിരുന്നത്. എൻ്റെ കോഴ്സ് നേരത്തെ തീരും എന്ന് ഞാൻ അറിയിച്ചു. അന്നേരം അവരാരും ഒരു മറുപടിയും തന്നില്ല. അപ്പോഴത്തേക്ക് ബോർഡിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ അപ്രൂവായി. ഞാൻ ഉടനെ ആർമി ഹെഡ് ക്വാർട്ടറിന് എഴുതി. ഞാൻ 2008 സ്റ്റഡി ലീവിന് പോയി. 2010 ഓഗസ്റ്റിലാണ് തീരേണ്ടത്. ഞാൻ 2009 ഡിസംബറിൽ തന്നെ എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു. 2010 മാർച്ച് ആയപ്പം എൻ്റെ പ്രൊജക്റ്റും കഴിഞ്ഞു. ഞാൻ റിപ്പോർട്ട് അയച്ചു. എൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് പണിയൊന്നുമില്ല. എന്നെ ദയവായിട്ട് പ്രൊമോഷനോട് കൂടി അയക്കണമെന്ന്. ആദ്യമേ ആർമി ഹെഡ് ക്വാർട്ടറിന് അത് വളരെ പ്രയാസമായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞു കേണലായിട്ട് തന്നെ പോകണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നേക്കാളും ജൂനിയറിനെ നിങ്ങൾ പ്ലേസ് ചെയ്തു, പ്രൊമോഷൻ കൊടുത്ത് നിങ്ങൾ അവരെ പ്രൊമോട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തു. അത് തെറ്റാണ്. എനിക്ക് പ്രൊമോഷൻ തന്ന് വിട്ടാലേ ഞാൻ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഞാനത് കംപ്ലയിൻറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് പ്രൊമോഷൻ തന്ന് എന്നെ ഉത്തർപ്രദേശിൽ മഥുര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്തു. സ്ട്രൈക്ക് കോർ, അതായത് ഇന്ത്യൻ ആർമിയുടെ പാകിസ്ഥാനിലേക്ക് അഗ്രഷൻ, ഒഫൻസീവ്, അതായത് അറ്റാക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു ഓർഗനൈസേഷനാണ് 1 കോർ. അതിന് സ്ട്രൈക്ക് കോർ എന്നാണ് പറയുന്നത്. അന്ന് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ മഥുരയിലായിരുന്നു. അതിന് കീഴിൽ ഒത്തിരി യൂണിറ്റുണ്ട്. ഏകദേശം ഒരു 1.5-2 ലക്ഷം പേര് ഈ കോറിലുണ്ട്. അതിൻ്റെ ഓപ്പറേഷൻ ഏരിയ രാജസ്ഥാൻ മൊത്തമാണ്. ഇത് എന്തെങ്കിലും യുദ്ധം ഉണ്ടായാൽ ഈ കോറാണ് പാകിസ്ഥാനിലേക്ക് ടാങ്ക് ഉപയോഗിച്ച്, അപ്പം ഇത് സ്ട്രൈക്ക് കോർ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പീഡിൽ മുമ്പോട്ട് പോകുന്നതാണ്. അങ്ങ് നിറച്ച് ടാങ്കും ഈ ആൾക്കാരെ കൊണ്ടുപോകുന്ന ടാങ്ക്, പീരങ്കിയുള്ള ടാങ്ക്, പിന്നെ ദൂരെ വെടിവെക്കുന്ന ഗൺസൊക്കെ ഉള്ള, പിന്നെ എയർ ഡിഫൻസ് എന്ന് വേണ്ട ഇന്ത്യക്കുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള സാധനങ്ങൾ അടങ്ങുന്ന ഒരു ഫോർമേഷനാണ് ഈ സ്ട്രൈക്ക് കോർ.
അതിൻ്റെ ലോജിസ്റ്റിക്കിൻ്റെ ഹെഡായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തു. എൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഈ എവിടെയൊക്കെ യുദ്ധമുണ്ടോ അവിടെയൊക്കെ അമ്യുനേഷൻ, ഈ ബോംബും മിസൈലും ഒക്കെ എത്തിയിരിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടാങ്കുകൾ, അതിൻ്റെ സ്പെയർ പാർട്ട്. ഈ മരുഭൂമിയിൽ ടാങ്കിൽ ഓടുമ്പം ഭയങ്കര ചൂടാണല്ലോ, ചിലപ്പോൾ എഞ്ചിനൊക്കെ സീസാകും. അപ്പം അന്നേരം തന്നെ എൻ്റെ എഞ്ചിനൊക്കെ മാറേണ്ടി വരും. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ രാവും പകലില്ലാതാണല്ലോ ഫൈറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഫൈറ്റിങ്ങിലൊരു ബ്രേക്ക് വരുമ്പം ഈ ഇതിൻ്റെയൊക്കെ സ്പെയറൊക്കെ മാറേണ്ടി വരും. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ കറക്റ്റ് സ്ഥാനത്ത് എത്തിക്കുക, ഇതൊക്കെ എൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കേണ്ടത്. വളരെ സങ്കീർണമായ ഒരു സംഭവമാണ്. ഞാൻ റിപ്പോർട്ട് ചെയ്തത് ജൂണിലാണ്. ഈ ജൂണിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ കംപ്ലീറ്റ് ഫോർമേഷൻ അവിടെ നിന്ന് മൂവ് ആവുക. ഞങ്ങളുടെ എക്സസൈസ് ഏരിയ, അതായത് യുദ്ധം നടക്കുമ്പോൾ ഏതിലേക്കൂടെയൊക്കെയാണ് നമ്മൾ പോകേണ്ടത്, ആ സ്ഥലങ്ങളിൽ പോയിട്ട് ഈ ഫോർമേഷൻ അവിടെ പോയി ആകും. എന്നിട്ട് അവിടുത്തെ മരുഭൂമിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അത് അന്ന് 2010 എക്സസൈസിൻ്റെ പേരായിരുന്നു എക്സസൈസ് യോദ്ധ. യോദ്ധാവിൻ്റെ ഹിന്ദിയാണ് യോദ്ധ. അത് അന്നേക്കും വരെ നടന്നിട്ടുള്ള മിലിറ്ററി എക്സസൈസിൽ ഏറ്റവും വലിയ എക്സസൈസായിട്ടാണ് അതിനെ കണക്ക് കൂട്ടുന്നത്, എക്സസൈസ് യോദ്ധ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എവിടെയെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മരുഭൂമി, രാജസ്ഥാൻ മരുഭൂമിയുടെ അകത്ത് കയറി അവരുടെ ഫോർട്ട് അബ്ബാസ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് കയറി പിടിച്ച് അടക്കി അതിനെ നമ്മൾ ക്യാപ്ചർ ചെയ്താൽ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ഇറങ്ങും. പിന്നെ നമുക്ക് അതാണ് അതിൻ്റെ ഈ ഏരിയ മൊത്തം ക്യാപ്ചർ ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് ഈ നമ്മളുടെ ശത്രുക്കളുടെ പാളയത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഏരിയയിൽ രാത്രി കൊണ്ട് ആൾക്കാരെ പാരഡ്രോപ്പ് ചെയ്യണം. അപ്പം അതിൻ്റെയൊക്കെ പ്രാക്ടീസാണ്. അപ്പം നമ്മളുടെ IBയുടെ, അതായത് ഇൻ്റർനാഷണൽ ബൗണ്ടറിയുടെ അകത്ത് തന്നെ നമ്മൾ ചില ഭാഗങ്ങൾ പാകിസ്ഥാനാക്കിയും ചില ഭാഗങ്ങൾ ഇന്ത്യയാക്കി നമ്മൾ ഇതിൽ മാപ്പിലാക്കി നമ്മളുടെ തന്നെ ആർമിയുടെ കുറച്ച് പേരെ എനിമിയാക്കും. അവർ ഈ പാകിസ്ഥാൻ എന്തൊക്കെ ചെയ്യാമോ അവർ അത് ചെയ്യും, നമ്മൾ ഇവിടുന്ന് ചെയ്യും. ഫയർ ചെയ്യത്തില്ല, ബാക്കിയെല്ലാം നമ്മൾ ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചാർജ് എടുത്തു. ചാർജ് എടുത്തതിൻ്റെ പിറ്റേന്നാണ് ഞാൻ ഈ എക്സസൈസിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പം ബാക്കി എല്ലാവരും ഓൾറെഡി അവിടെ ചെന്ന് കഴിഞ്ഞു. ഇവിടുത്തെ ഹെഡ് ക്വാർട്ടറിൽ വന്നു. അന്നേരം ലഫ്റ്റനൻറ്റ് ജനറൽ AK സിംഗ് ആണ് കോർ കമാൻഡർ. ഇപ്പോൾ ജനറൽ AK സിംഗും അദ്ദേഹത്തിൻ്റെ പുള്ളിക്കാരൻ്റെ കേണൽ MS, അതായത് മിലിറ്ററി സെക്രട്ടറിയും മാത്രമേ ഉള്ളൂ ഹെഡ് ക്വാർട്ടറിൽ. ബാക്കി എല്ലാ ഹെഡ് ക്വാർട്ടറും എല്ലാ യൂണിറ്റും ഡിവിഷനും ബ്രിഗേഡും എല്ലാം ഓൾറെഡി ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അവർ ഇനി പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം ഞാൻ ചെന്നു. എന്നും വൈകുന്നേരം ഈ കോർ കമാൻഡറിൻ്റെ ഒരു ബ്രീഫിംഗ് ഉണ്ട്. ബ്രീഫിംഗ് എന്ന് പറയുമ്പം 9 ബ്രിഗേഡിയേഴ്സ് ഉണ്ട്. 9 പേരും ഈ കോർ കമാൻഡറിനോട് അന്നന്നത്തെ കാര്യങ്ങൾ പറയും. പിന്നെ ഒരു ബ്രിഗേഡിയർ ഒരു പ്ലാനൊക്കെ പറയും. അത് വെച്ചിട്ട് നമ്മൾ പിന്നെ വർക്കൗട്ട് ചെയ്യണം. എവിടെയൊക്കെയാണ് എക്സ്പ്ലോസീവ്സ് വെക്കേണ്ടത്, എത്ര ടൺ അമ്യുനേഷൻ, ഏത് ടാങ്കിനുള്ള അമ്യുനേഷൻ എവിടെ എത്തണം, ഇതൊക്കെ നമ്മൾ കണക്ക് കൂട്ടി ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് ഈ ഓപ്പറേഷൻ റൂമിൽ നടക്കുന്നത്. എന്നും വൈകുന്നേരം നമുക്ക് പറയും ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പിറ്റേന്നത്തേക്കെല്ലാം പ്ലാൻ ചെയ്ത് വരും. പിറ്റേന്ന് വൈകുന്നേരം പിന്നെയും നമ്മൾ ഇത്ര ചെയ്തു, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി അമ്യുനേഷനൊക്കെ ശരിക്കും നമ്മൾ മൂവ് ചെയ്യും. ഇപ്പം ചിലപ്പം പെട്ടി മാത്രം മൂവ് ചെയ്യും. കാര്യം ഇത് അമ്യുനേഷൻ ചില മിസൈലൊക്കെ വളരെ സെൻസിറ്റീവായിട്ട് അതിനെ മൂവ് ചെയ്യത്തില്ല. പക്ഷേ അതിൻ്റെ അതുപോലെ വെയിറ്റുള്ള അതുപോലെ സൈസുള്ള പെട്ടികളുണ്ടാക്കി അത് മൂവ് ചെയ്യും. കാര്യം ഇതെടുക്കാനും വെക്കാനും മെഷീൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ മരുഭൂമിയിൽ ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഡിസിപ്ലിൻ്റെയൊക്കെ ഇൻചാർജ്, അഡ്മിനിസ്ട്രേഷൻ്റെ ഇൻചാർജായ ബ്രിഗേഡിയർ എന്നിട്ട് പറഞ്ഞു, സർ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഇന്ന് വൈകുന്നേരം, ഇന്ന് ഉച്ചയായപ്പോഴത്തേക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു കമാൻഡിങ് ഓഫീസറും വേറൊരു ഓഫീസറൂടെ പോവുകയായിരുന്നു. അത് ഹൈവേയിൽ വെച്ചിട്ടൊരു ട്രക്കുമായി ഇടിച്ചു. അതിലെ
പുറകിലിരുന്ന ആൾ അന്നേരം തന്നെ മരിച്ചു. ഈ കമാൻഡിങ് ഓഫീസറും മറ്റേ ഓഫീസറും ഭയങ്കര രണ്ടുപേരെയും തലയെല്ലാം പൊട്ടി അവരെ എടുത്തിട്ട് ഈ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്. അപ്പം ജനറൽ ചോദിച്ചു ഏത് യൂണിറ്റാണെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു സാർ ഇത് കേണൽ ഹർഫൂൽ സിംഗും ഒരു മേജർ സെങ്കറുമാണ് ഇന്ന യൂണിറ്റിൽ. ഇത് കേട്ടപ്പോൾ ഞാൻ ആ കൂടി തളർന്നു.